സാധാരണ അവളുടെ മമ്മിയുടെയും കോള് കാണുമ്പോൾ എടുക്കണ്ടെന്നാ ഞാൻ പറയാറ്. പക്ഷേ ഇതെടുക്കണം മോളെ. അവളോടൊന്നും ഒരു കാര്യത്തിനും താഴ്ന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിന്നോട് എന്ത് പറഞ്ഞാലും നിനക്ക് പറയാനുള്ളത് നീ അങ്ങ് തിരിച്ചു പറഞ്ഞേക്കണം. സ്പീക്കറിലൊന്നിട്ടേ ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ. ഹലോ, നിനക്ക് എന്നോടുള്ള പക അടങ്ങിയിട്ടില്ല അല്ലേടി? എന്നോടാണോ അതോ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്നോട് തന്നെയാ. പക അടങ്ങാത്തത് കൊണ്ടാണല്ലോ നീ എന്നെ തല്ലാൻ ആളെ വിളിച്ചു വരുത്തിയത്. ഈ പറഞ്ഞ ശീലേ എനിക്കില്ല. പക്ഷേ എന്നെ കൊല്ലാൻ ചിലരൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്, ആളെയും കൂട്ടിയിട്ട്. നീയേ അത്രയ്ക്ക് പുണ്യവതിയൊന്നും ആവണ്ട. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം നീ പ്ലാൻ ചെയ്തതാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആസൂത്രണം ചെയ്യാനും ഉപദ്രവിക്കാനൊക്കെ എനിക്കറിയാമായിരുന്നെങ്കിലേ ഈ പറയുന്ന ഗാഥ ഇപ്പോ ഉണ്ടാവില്ലായിരുന്നു. ഇടി ഗാഥ, ആദ്യം ഈ സംശയരോഗം ഒന്ന് അവസാനിപ്പിക്കേ. എന്നിട്ട് കളരിക്കൽ വീട്ടില് അന്തസ്സോടെ ജീവിക്കാൻ പഠിക്ക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കളരിക്കലിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയിട്ടേ എന്നെ വിളിക്കാൻ മോള് ശ്രമിക്കണ്ട, പിന്നെ മമ്മി ശ്രമിക്കണ്ട, കേട്ടല്ലോ? നിന്നെ ആരടി ക്ഷണിക്കുന്നെ? നീ നിന്റെ വഴിക്ക് പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോ നിന്നെ വിളിച്ചതേ നിന്റെ ഭീഷണി ഇങ്ങോട്ടേക്ക് കേൾക്കാനല്ല. പിന്നെ എന്തിനാ? നവീൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടെന്നും അതെനിക്ക് തിരിച്ചു വേണമെന്നും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അതെനിക്ക് കിട്ടണം. നമ്മള് തമ്മില് ഇനി കാണുപോലും വേണ്ടാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാനിവിടെ എങ്ങനെ ജീവിച്ചാ നിനക്കെന്താ? നീ എങ്ങനെ വേണേലും ജീവിച്ചോ, ചത്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊന്നും നവീൻ കെട്ടിയ താലി കഴുത്തിലിട്ടോണ്ടാവരുത്. നിന്റെ മറ്റവളുണ്ടല്ലോ, ആ മോളിക്കുട്ടി, അവളുടെ കയ്യില് ആ താലി ഇങ്ങോട്ട് കൊടുത്തുവിട്. അതിന്റെ പണോ അതിന്റെ ഇരട്ടിയോ ഞാൻ കൊടുത്തുവിടാം. മനസ്സിലായോടി? ഞാനൊന്ന് ആലോചിക്കട്ടെ. നിനക്ക് എന്തടി ഇത്ര ആലോചിക്കാൻ? ആലോചിക്കണമല്ലോ. ഒരു പുരുഷൻ കഴുത്തിൽ കെട്ടിയ താലി അഴിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിക്ക് ആലോചിക്കാൻ പലതുമില്ലേ? ആലോചിച്ചോ. പക്ഷെ ആലോചന കൂടിപ്പോയിട്ട് അത് തരണ്ടാന്നെങ്ങാനാണ് തീരുമാനമെങ്കിലേ പണ്ട് ഞാൻ പറയാനുള്ളത് ഓർമ്മയുണ്ടല്ലോ. നീയും നിന്റെ അമ്മയെ അനുഭവിക്കും, അതല്ലേ പറയാൻ പോകുന്നേ? എന്നാലേ കേട്ടോ, കൊറേ കാലായിട്ട് അഭിനയിച്ചേ തങ്കത്തിനും മോൾക്കും ഇപ്പൊ ഒന്നിനും പേടിയില്ല. അതുകൊണ്ട് ഒരുപാട് പേടിപ്പിക്കാൻ നിൽക്കല്ലേ. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൃഷ്ണയെ കൊണ്ട് എന്ത് കഴിയുമെന്ന് നിനക്കറിയില്ല. ഹിടി, ഫോൺ വെച്ചിട്ട് പോ. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോളെ, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇങ്ങോട്ട് വടിയെടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ടൊരടി, അപ്പ പിന്നെ കൈ പൊന്തില്ല. ഇപ്പൊ അവക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയൊന്നും നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ലെന്ന്. സിത്താര മാഡത്തിന്റെ ഗാഥ മോള് ഒന്ന് പേടിക്കട്ടെ.